എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചോറിനും ചപ്പാത്തിക്കുമൊക്കെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ മസാല തയ്യാറാക്കാം. കോളിഫ്ലവർ കട്ട് ചെയ്ത് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർന്ന ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇത് മസാലയാക്കാൻ ഒരു കടായി സ്റ്റൗവിൽ വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇടാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചിടുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, 2 സവാള കനം കുറച്ച് കട്ട് ചെയ്തത്, 10-15 ചുവന്നുള്ളി ചോപ്പ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് 2 മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ്. അതൊന്ന് കുക്കായി വരുമ്പോഴേക്കും കോളിഫ്ലവർ ചേർക്കാം. 1/4 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും കുക്കായി കിട്ടും. കൂടുതൽ അങ്ങ് വെന്ത് പൊടിഞ്ഞു പോകണ്ട, ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുകയാണ്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ മസാലയാണിത്. ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.